രാജമൗലിയുടെ സംവിധാനത്തിൽ അടുത്തതായി പുറത്തുവരുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് വാരണാസി. ചിത്രത്തിന്റെ ടീസർ ട്രെയിലർ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ സെറ്റിൽ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ചലച്ചിത്ര നിർമ്മാതാവ് എസ് രാജമൗലിയുടെ അടുത്ത വലിയ സംരംഭമായ വാരണാസി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ടോപ്പ് ട്രെൻഡിംഗിൽ ഇടം നേടി. ഇത്തവണ ചിത്രത്തിന്റെ വിപുലമായ ഫിലിം സെറ്റുകളിൽ നിന്നുള്ള ഫോട്ടോകൾ ഓൺലൈനിൽ എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങുന്നതിന് മുന്നോടിയായി മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവർ പങ്കെടുത്ത ഒരു വലിയ അനാച്ഛാദന ചടങ്ങിനായി നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായി റിപ്പോർട്ടുണ്ട്. സന്ദർശനത്തിന്റെ ഭാഗമായി വിദേശ മാധ്യമങ്ങൾക്ക് ചിത്രത്തിന്റെ വിശാലമായ സെറ്റുകളിലേക്ക് പ്രവേശനം അനുവദിച്ചു. അവിടെ വാരണാസിയിലെ ഐക്കോണിക് ഘട്ടുകൾ, ക്ഷേത്രങ്ങൾ, നഗരവീഥികൾ എന്നിവ സ്റ്റുഡിയോകളിൽ പുനഃസൃഷ്ടിച്ചു. വിവിധ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ചിത്രങ്ങളും വീഡിയോകളും പുരാതന നഗരത്തിന്റെ സങ്കീർണമായ നദീതീര ക്ഷേത്ര ഘടനകൾ, ഇടവഴികൾ, വിശദമായ മിനിയേച്ചറുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ട്. വിശദമായ സെറ്റുകൾ നിരവധി ആരാധകരെയാണ് അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ചിലർ വാരണാസിയുടെ യഥാർത്ഥ ദൃശ്യങ്ങളും മിനിയേച്ചർ സെറ്റുകളിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ പോലും പാടുപെടുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയതും ചെലവേറിയതുമായ പ്രോജക്റ്റുകളിൽ ഒന്നാണിത്. രുദ്രനായും ശ്രീരാമനായും മഹേഷ് ബാബു ഇരട്ട വേഷങ്ങളിൽ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ പ്രിയങ്ക മന്ദാകിനിയായി അഭിനയിക്കും. നടൻ പൃഥ്വിരാജ് സുകുമാരൻ കുംഭനായിട്ടാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. രാജമൗലിയുടെ പുതിയ ചിത്രം ഇന്ത്യയിലും ലോകമെമ്പാടും വലിയ ചർച്ചകൾ സൃഷ്ടിച്ചു വരികയാണ്. നിലവിലെ നിർമ്മാണത്തിലിരിക്കുന്ന ചിത്രത്തിന്റെ അടുത്ത ഘട്ട ചിത്രീകരണത്തിനായി അന്റാർട്ടിക്കയിലേക്ക് ടീം പോകും. ഇതോടെ റോയ് സൈസ് ഷെൽഫിൽ ചിത്രീകരിക്കാൻ അനുമതി ലഭിക്കുന്ന ചുരുക്കം ചിലരിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ഉൾപ്പെടും. ആഫ്രിക്കൻ പുൽമേടുകളിൽ ചിത്രീകരിച്ചതിനു ശേഷവും ഹൈദരാബാദ് സെറ്റുകളിൽ വിപുലമായ രംഗങ്ങൾ ചിത്രീകരിച്ചതിനു ശേഷവുമാണിത്. റിപ്പോർട്ടുകൾ പ്രകാരം 2027 ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ടീമിന് ഇനിയും മാസങ്ങളുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.